നമസ്കാരം ചങ്ങായിമാരെ. ഇത് നമ്മുടെ എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തറ ശ്രീ പൂർണ്ണത്രയീശ ക്ഷേത്രമാണ്. ഈ ഒരു ക്ഷേത്രത്തിൻ്റെ പുറകിലായിട്ടായിരുന്നു ഞാൻ പഠിച്ചിരുന്ന RLV ഗവൺമെൻറ് കോളേജ്. ആ ഒരു പഴയ കോളേജൊന്നും ഇപ്പോൾ ഇല്ല, പുതിയ കോളേജിലേക്ക് മാറി. അതുമാത്രമല്ല, 2010 എൻ്റെ വിവാഹമൊക്കെ ഈ ഒരു ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു നടന്നത്. അങ്ങനെ ഒരുപാട് നൊസ്റ്റാൾജിക് ഫീലിംഗ് ഉള്ള ഒരു ക്ഷേത്രമാണ്. ഈ ഒരു തൃപ്പൂണിത്തറ ഭാഗത്തേക്ക് വരുമ്പോൾ വല്ലാത്തൊരു സന്തോഷമാണ്. ഈ ഒരു ഏരിയയിൽ എപ്പോഴും പാട്ടും ഡാൻസും അങ്ങനെ ഒരുപാട് കലാകാരന്മാർ നിറഞ്ഞിരിക്കുന്ന ഒരു സ്ഥലമാണിത്. ഞാൻ ഈ ക്ഷേത്രത്തിലേക്ക് കടന്നു വരുമ്പോൾ തന്നെ ഒരു കൊട്ട് കേൾക്കുമായിരുന്നു, അതായത് ഒരു ചെണ്ട ക്ലാസ് നടക്കുന്നതിൻ്റെ ശബ്ദം കേൾക്കുന്നതായിരുന്നു. അപ്പോൾ അത് കാണാൻ വേണ്ടി ഞാൻ മുകളിലേക്ക് പോയി കേട്ടോ. ഭയങ്കര രസമായിരുന്നു അങ്ങോട്ട് ചെന്നപ്പോൾ. ഈ ഒരു ക്ഷേത്രത്തിൻ്റെ മുകൾ വശത്തായിരുന്നു ചെണ്ട ക്ലാസ് നടക്കുന്നത്. തൃപ്പൂണിത്തറ പൂർണ്ണത്രയീശ ഉത്സവം വൃശ്ചിക മാസത്തിലാണ്. ഈ ഒരു ഉത്സവ സമയത്ത് ഒരുപാട് ആനകളും ചണ്ടമേളങ്ങളൊക്കെ ആയിട്ട് തൃപ്പൂണിത്തറ നഗരം അങ്ങോട്ട് ഒരുങ്ങിക്കഴിയും. കൂടാതെ ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന സംഗീത കച്ചേരിയും ആ ഒരു സമയത്തുണ്ടാവും. ഈ ഒരു പൂർണ്ണത്രയീശ ക്ഷേത്രത്തിന്റെ പുറകിലുള്ള വെങ്കടേശ മന്ദിരത്തിൽ ഒരു ചടങ്ങിൽ ക്ഷണമുണ്ടായിരുന്നു. അങ്ങോട്ട് പോകുന്ന സമയത്ത് അവിടെ ഗംഭീരമായ തായമ്പക നടക്കുകയായിരുന്നു. ചെണ്ടമേളം എന്ന് പറഞ്ഞ് ഇതാണ് മോനെ ചെണ്ടമേളം, ഒരു രക്ഷയില്ലട്ടാ. ഞാനും ശ്രീമോനും, അതായത് ശ്രീരുദ്രാക്ഷം കൂടി ചേർന്നായിരുന്നു ഇങ്ങോട്ട് പോയിരുന്നത്. ആ ഒരു കൊട്ടും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ നമ്പൂതിരി കാറ്ററിംഗ് തൃപ്പൂണിത്തുറയുടെ ഭാഗമായിട്ട് ഒന്നൊന്നര സദ്യ, അതും നമ്മളെ ബ്രാഹ്മിൺ സദ്യ. സത്യം പറഞ്ഞാൽ കുറേ വർഷമായി എറണാകുളത്തുള്ളൊരു സദ്യ കഴിച്ചിട്ട്, അതും നല്ല തൃപ്പൂണിത്തുറ ബ്രാഹ്മിൺ സദ്യ. നമ്മുടെ സ്വന്തം വീട്ടിൽ നമ്മൾ അമ്മ വിളമ്പുന്ന പോലെ പെണ്ണുങ്ങളൊക്കെ ആയിരുന്നു സദ്യ വിളമ്പിക്കൊണ്ടിരുന്നത്. ആദ്യം ഉപ്പേരി വിളമ്പി, അതിനുശേഷം പുളിയിഞ്ചി, നാരങ്ങ മാങ്ങയച്ചാർ, പിന്നെ ഓലൻ, അതുപോലെ നമ്മുടെ കാളൻ, അവിയൽ, പിന്നെ കൂട്ടുകറി ഉണ്ടായിരുന്നില്ല കേട്ടോ. എനിക്ക് തോന്നുന്നത് ഈ ഒരു സദ്യയിൽ കൂട്ടുകറി ഇല്ലാത്തൊരു ഡിഫറെൻറ്റ് ടൈപ്പ് സദ്യയായിരുന്നു. കൂട്ടുകറിക്ക് പകരമായിട്ട് മറ്റ് ചില വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് ഐറ്റംസും ഉണ്ടായിരുന്നു. ഒരുപാട് വ്യത്യസ്തമായ വിഭവങ്ങൾ. തൊട്ടരികുന്ന ഒരാൾ പറയണ്ടായിരുന്നു, ഇനി ചോറിടാനുള്ള സ്ഥലമില്ലല്ലോ എന്ന്. പറഞ്ഞു കഴിയുമ്പോൾ തന്നെ ചോറ് വിളമ്പി, അതും നല്ല പൊന്നി റൈസായിരുന്നു. ശേഷം നല്ല ബ്രാഹ്മിൺ സാമ്പാർ അവിടെ വിളമ്പി. പിന്നെ നമ്മുടെ ചേച്ചിമാരുടെ ഭാഗം നല്ല പപ്പടവും. നമ്പൂതിരിസ് കാറ്ററിങ്ങിൻ്റെ ഭാഗമായിട്ട് 3 പായസങ്ങളുണ്ടായിരുന്നു. അതിൽ എടുത്തു പറയേണ്ടത് പഴംപ്രഥമനായിരുന്നു കേട്ടോ. ഒരു രക്ഷയുണ്ടായിരുന്നില്ല അത്. തൃപ്പൂണിത്തറയിൽ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ഓർമ്മകളാണ്.